Hi friends, again welcome to my YouTube channel. വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വി എസിനെ കുറിച്ച് രണ്ട് വാക്ക് എൻ്റെ സുഹൃത്തുക്കളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. വി എസിനെ കുറിച്ച് ഈ അവസ്ഥയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയണം എന്നെനിക്കറിയില്ല. കാരണം വി എസിൻ്റെ മഹത്വങ്ങളും വി എസ് നേടിയെടുത്ത നേട്ടങ്ങളും എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ജസ്റ്റ് അറിയാവുന്നൊരു കാര്യം തന്നെയാണ് ആരാണ് വി എസ്, എന്താണ് വി എസ് എന്നുള്ളതൊക്കെ പലർക്കും അറിയാം. വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദൻ, അതാണ് വി എസ് എന്നാണ് എൻ്റെ അറിവ്. എന്തോട്ടെ, ആലപ്പുഴ ജില്ലയിൽ 1923 വി എസ് ജനിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പുള്ളി കംപ്ലീറ്റ് ഒരു എന്താ പറയുക, പാർട്ടി പ്രവർത്തനത്തിന് മാത്രമായിട്ട് ലൈഫ് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. വേറൊന്നുമില്ലാതെ, എന്തിനു പറയുന്നു, ഒരു കല്യാണം പോലും കഴിക്കാതെയാണ് വി എസ് പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വി എസിനിപ്പോൾ മക്കളുണ്ട്, ഭാര്യയുണ്ട് എന്നൊക്കെ അല്ലേ? വി എസ് കല്യാണം കഴിക്കാൻ കാരണമായ ഒരു കഥ ഞാൻ കേട്ടു. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കാര്യം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. വി എസ് വളരെ വൈകിയാണ് കല്യാണം കഴിച്ചത്. ഏകദേശം ഒരു 45-ാമത്തെ വയസ്സിലേക്കാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. വി എസ് കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനം, പാർട്ടിയെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് വി എസ് നടന്നിരുന്നത്. അങ്ങനെ ഇരിക്കെ വി എസിന് ആ സമയത്ത് ഗുരുതുല്യനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തും ഇതേമാതിരി തന്നെ പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു. വി എസ് എന്താ പറയുക, പാർട്ടിക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചു. പക്ഷേ തൻ്റെ അവസാന കാലത്ത് എന്താ പറയുക, വി എസ് ഈ പറയുന്ന വ്യക്തിയുടെ അവസാന കാലത്ത് വി എസ് ഈ വ്യക്തിയെ കാണാൻ പോയപ്പോൾ ഈ വ്യക്തി വളരെ അവശനായിട്ട് കിടക്കുകയായിരുന്നു. ആ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഏകദേശം 70 വയസ്സോളം ആ സമയത്ത് പ്രായമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ നോക്കാനായിട്ട് ആ സമയത്ത് ആരുമില്ല, ഭാര്യയില്ല, മക്കളില്ല, ഒന്നുമില്ല. ഇദ്ദേഹത്തെ നോക്കുന്നത് പാർട്ടിക്കാരും അതേപോലെ തന്നെ ഒരു എന്താ പറയുക, മറ്റുള്ള സാധാരണ ജനങ്ങളുമൊക്കെയാണ്. അങ്ങനെ ഇദ്ദേഹം ഈ വി എസിൻ്റെ ഈ സുഹൃത്ത് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ വി എസ് നേരിട്ട് കണ്ടു. അപ്പോൾ വി എസിന് മനസ്സിലായി, ഇങ്ങനെ അവസാന കാലത്ത് പാർട്ടി എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ അവസാനം പാർട്ടിക്കാർക്ക് തന്നെ തൻ്റെ അവസാന കാലത്ത് താനൊരു ബുദ്ധിമുട്ടാകും എന്ന് വി എസ് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വി എസ് ഇദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് വി എസ് അവസാന കാലത്ത് എന്ന് പറയാൻ പറ്റില്ല, 44-45 വയസ്സിലാണ് ആദ്യമായിട്ടല്ല വി എസ് കല്യാണം കഴിക്കുന്നത്. കല്യാണത്തെക്കുറിച്ചും കല്യാണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കല്യാണം വലിയൊരു ചടങ്ങോ വലിയ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. ചെറിയ എന്താ പറയുക, നമുക്കറിയാമല്ലോ, ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ചിലരുടെ കല്യാണമൊക്കെ ജസ്റ്റ് ഒരു എന്താ പറയുക, രജിസ്റ്റർ ചെയ്യുക, മാല ചാർത്ത, അങ്ങനെ ലളിതമായ ഒരു ചടങ്ങ് മാത്രം, പാർട്ടിക്കാരും അടുത്ത ബന്ധുക്കളും മാത്രം പങ്കെടുത്തിട്ടുള്ളൊരു ലളിതമായൊരു ചടങ്ങ് മാത്രമായിരുന്നു വി എസിൻ്റെ കല്യാണം. വി എസിൻ്റെ ഭാര്യ, എനിക്ക് തോന്നുന്നു അവരുടെ പേര് ശാരദ എന്നാണോ എന്ന് സംശയമുണ്ട്, കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പുള്ളി ഒരു നേഴ്സാണ് എന്ന് പറയാം. നേഴ്സിംഗ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു വി എസ് അവരെ കല്യാണം കഴിച്ചതും. പിന്നീട് അവർക്ക് വർഷങ്ങൾക്ക് ശേഷം 2 മക്കളുണ്ടായി. വർഷങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങളൊന്നുമില്ല, 1-2 വർഷങ്ങൾക്ക് ശേഷം 2 മക്കളുണ്ടായി. നമുക്കറിയാം വി എസിന് ഒരു പെണ്ണും ഒരാണുമാണ് മക്കളായിട്ടുള്ളത് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ എൻ്റെ അറിവുകൾ വെച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വി എസിനെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടണം. പിന്നീടും വി എസ് എന്താ പറയുക, വീട്ടിൽ വരവ് കുറവായിരുന്നു. അദ്ദേഹം എന്താ പറയുക, MLA ആയി, മന്ത്രിയായി, മുഖ്യമന്ത്രിയായി, ഈ നിലയിലൊക്കെ എത്തിയപ്പോൾ എന്താ പറയുക, വി എസ് വീടുമായിട്ട് എന്താ പറയുക, വീട്ടിലേക്ക് വരവ് കുറവായിരുന്നു. അപ്പോൾ വി എസിൻ്റെ 2 മക്കളെ നന്നായിട്ട് നോക്കിയതും എന്താ പറയുക, അവരെ നന്നായിട്ട് പഠിപ്പിച്ച് അത്യാവശ്യം ഒരു നല്ല നിലയിൽ എത്തിച്ചതും വി എസിൻ്റെ ഭാര്യ തന്നെയാണ്. അവരുടെ പേര് ശാരദ എന്നാണോ എന്നെനിക്ക് സംശയമുണ്ട്, കറക്റ്റായിട്ട് എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം.
പിന്നെ നമുക്കറിയാമല്ലോ വി എസിൻ്റെ ജീവിതത്തിലൂടെ ഒന്നും നമുക്ക് ഇനി കൂടുതൽ പറയേണ്ടതില്ല. കാരണം വി എസ് ഓരോ മനുഷ്യനെയും തൊട്ടറിഞ്ഞൊരു നേതാവാണ്. അദ്ദേഹത്തിന് എന്താ പറയുക, ചില ശത്രുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പാർട്ടിയിൽ നിന്ന് തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് ചില ശത്രുക്കളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഉൾപാർട്ടി രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയം കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഞാൻ വി എസിൻ്റെ ജീവിതത്തിലൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. വി എസ് കല്യാണം കഴിക്കാനുണ്ടായ ഒരു അനുഭവകഥ ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമുക്കറിയാം അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയിൽ തന്നെയാണ് ജനിച്ചത്. പിന്നെ ആലപ്പുഴയിലെ നാട്ടുകാരോടും അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തകരോടും എല്ലാവരോടും നല്ലൊരു സ്നേഹവും സൗമ്യമായിട്ടുള്ളൊരു നേതാവായിരുന്നു. പിന്നെ എനിക്ക് വളരെ ഒരു മോശമായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടേക്കണം ഞാൻ കണ്ടു. അതായത് അപ്പോൾ ഇതാണ് ഏകദേശം നമ്മുടെ പ്രിയപ്പെട്ട വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദൻ, വി എസ് അച്യുതാനന്ദൻ്റെ കുടുംബ അല്ലെങ്കിൽ കല്യാണ കഥ. ചില വ്യക്തികൾ എന്താ പറയുക, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളുടെ ചില വീഡിയോ കണ്ടിട്ട് ആ അനുഭവം അവർ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. എൻ്റെ സ്വന്തം ഒരു എന്താ പറയുക അഭിപ്രായമൊന്നും അല്ല ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബജീവിതത്തിൽ നിന്നും ചില സുഹൃത്തുക്കൾ പങ്കുവച്ചൊരു കഥയാണ്. അപ്പോൾ വി എസ് എന്തായാലും ഒരു എതിരില്ലാത്തൊരു ശക്തമായൊരു പോരാളി തന്നെയാണ്. അതിലൊന്നും നമുക്ക് സംശയമൊന്നുമില്ല. വി എസ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴൊക്കെ നമ്മൾ വി എസിൻ്റെ പോരാട്ട വീര്യം കണ്ടതാണ്, MLA ആയിരുന്നപ്പോൾ പോലും. പിന്നെ നമുക്കറിയാം പലരും വി എസിനെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒതുക്കിയിട്ടുണ്ട്. പിന്നെ പ്രായം കവിഞ്ഞു പോയതിൻ്റെ പേരിൽ പല സ്ഥാനമാനങ്ങളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ മാത്രമേ വി എസ് മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. ഒരുപാട് ഏകദേശം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഏകദേശം ഒരു 20 വയസ്സിലൊക്കെ തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു അറിവ്. ഏകദേശം ഒരു 20 വയസ്സിൽ തുടങ്ങി ഇപ്പം 102ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുന്നത് വരെയും ഒരു 82 വർഷക്കാലം രാഷ്ട്രത്തിന് വേണ്ടി അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചു. സ്ഥാനങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും നോക്കാതെ അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി ജീവിച്ചു, രാജ്യത്തിന് വേണ്ടി ജീവിച്ചു, നാടിന് വേണ്ടി ജീവിച്ചു, നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ചു, പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു, പാർട്ടിക്കാർക്ക് വേണ്ടി ജീവിച്ചു. അതാണ് വി എസ്. ശത്രുക്കൾക്ക് ഒരുപക്ഷെ വി എസിനെ കുറിച്ച് പലതും പറയാനുണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ അവസാന നിമിഷം എനിക്കൊരു വേദനയായി തോന്നിയത് ചില വ്യക്തികൾ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. വല്ലാത്തൊരു വേദനയായി തോന്നി. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറും വി എസും കൂടി ഒരുമിച്ച് കാറിലൊരു യാത്ര നടത്തിയിട്ടുണ്ട്. ആ യാത്രയുടെ വീഡിയോ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം അതല്ല. ആ വീഡിയോ എടുത്തിട്ട് പലരും ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ ഒരു വിഷമമാണ്. അതായത് അവർ ചോദിക്കുന്നത്, ഉമ്മൻചാണ്ടി സാറിൻ്റെ വിലാപയാത്രയിലാണ് കൂടുതൽ ജനങ്ങൾ റോട്ടിലും മറ്റൊക്കെ നിന്ന് ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചത്, അതോ വി എസിൻ്റെ വിലാപയാത്രയിലാണോ ഇങ്ങനെ കൂടുതൽ ജനങ്ങളുണ്ടായത് എന്നാണ്. വല്ലാതെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണത്. അങ്ങനത്തെ ഒരു ചോദ്യം നമ്മളെ എന്താ പറയുക വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ രണ്ട് നേതാക്കന്മാരുടെ നഷ്ടം തന്നെയാണ്. ആ നഷ്ടം നമുക്ക് ഒരിക്കലും നികത്താൻ പറ്റത്തില്ല, വി എസിൻ്റെ ആയാലും ഉമ്മൻചാണ്ടി സാറിൻ്റെതായാലും. പക്ഷേ താരതമ്യം ചെയ്യുന്നത് വളരെ മോശമാണ് ഈ രണ്ട് നേതാക്കന്മാരെ. ഈ രണ്ട് നേതാക്കന്മാർക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.